ഹലോ എവരിബഡി, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാല ദോശയാണ്. വെറൈറ്റി അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. വാ. ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 4 പീസ് ചിക്കൻ, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഈ സംഭവങ്ങളെല്ലാം കൂടി നമുക്ക് ഒന്ന് കുക്കറിലിട്ട് ഒരു 2 വിസിലേക്ക് എപ്പിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇതാ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ 2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒക്കെ ഒന്ന് ഉടച്ചെടുക്കണം, നാരുകൾ പോലെ ആക്കിയെടുക്കണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉടച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു തിൻ പീസസ് ഓഫ് ഇഞ്ചി. ഓക്കെ, ചെറിയൊരു പീസാണ്. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് ക്രഷ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകിടാം. അത് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. ഇനി നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് പൊട്ടിത്തെറി. തീ വളരെ കുറച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എരിവിനുള്ള പച്ചമുളക് നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച് ഇട്ടതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്കും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇത് കുക്കറിൽ വേവിച്ചപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഉരുളക്കിഴങ്ങും വേവിച്ച ആ ഒരു വെള്ളമുണ്ട്, അത് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല രീതിയിൽ കുക്കായി ബൈൻഡായി വരാനായിട്ട് കേട്ടോ. എല്ലാതും കൂടി ഒന്ന് മിക്സായിട്ട് നല്ല രീതിയിൽ ഫുള്ള് ഞാൻ വയ്ക്കുന്നുണ്ട്. മസാല നല്ല രീതിയിലൊന്ന് വെന്ത് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വേവിച്ചത് കട്ടായിട്ട് വരണം, അതാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ ഉപ്പും കാര്യങ്ങളൊന്നും മസാലകളൊന്നും എല്ലാത്തിലേക്ക് ഇറങ്ങത്തില്ല, ചിക്കനിലേക്കൊന്നും. ഓക്കെ, ഇത് നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നോക്കൂ, ഇങ്ങനെ ഇച്ചിരി ഈർപ്പം വേണം കേട്ടോ. ഫുള്ളങ്ങ് കട്ടാക്കി കളയണ്ട, നമുക്ക് ദോശയിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി ദോശ ഉണ്ടാക്കാം. ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തിട്ട് നമുക്ക് പകുതിയാക്കി മടക്കി നന്നായിട്ട് ഒന്നും കൂടെ മൊരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നോക്കൂ. ഇതാ നോക്കൂ, സൂപ്പറായിട്ടില്ലേ? നമുക്കിതൊന്നിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുള്ള ആ മസാല ദോശ നല്ല സൂപ്പറാണ്. അമേസിങ് ആണ് കേട്ടോ, അമേസിങ്. ആ ചിക്കൻ്റെയും നമ്മുടെ നോർമൽ മസാല ദോശയുടെ അതേ ഫ്ലേവർ തന്നെ, പക്ഷേ അതിനകത്ത് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അമേസിങ് ടേസ്റ്റാണ്. നോർമൽ മസാല ദോശ ഇഷ്ടമില്ലാത്ത പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ, അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു ഐറ്റവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രം ജിബിൻ.